തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലമറിയുന്ന ദിവസമായ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ നാലാഞ്ചിറയിലെ മാർ ഇവാനിയോസ് കോളേജിന്റെ മുൻപിലാണ് ഇപ്പോൾ കോമ്പസ് മീഡിയ ഉള്ളത്. ജനങ്ങൾ ആർക്ക് വിധിയെഴുതി എന്നറിയാൻ അല്പസമയം മാത്രമാണ് ബാക്കി. നമുക്ക് ആ നിമിഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണസമിതിയുടെ CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഈ പ്രതീക്ഷകൾ തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്തമാണ് തിരുവനന്തപുരം ജനങ്ങൾ BJP ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിലൊന്ന് 5 വർഷം കൊണ്ടാക്കുവാനുള്ള പരിശ്രമം ഞങ്ങൾക്ക് ഒറ്റക്കക്ഷി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെന്തായാലും ഒറ്റക്കക്ഷി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് സീറ്റ് പടക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ഞങ്ങളതിൻ്റെ പ്രവർത്തനം ഉടൻ തന്നെ സംസ്ഥാന അധ്യക്ഷനുമായിട്ട് അദ്ദേഹം ആരംഭിക്കും. തിരുവനന്തപുരത്തെ ജനങ്ങൾ അഴിമതിയിൽ വച്ച് പൊറപ്പിക്കില്ല, ധാർഷ്ട്യം വച്ച് പൊറപ്പിക്കില്ല എന്നുള്ള തീരുമാനം എടുത്തതിൻ്റെ പ്രതിഫലനമാണ്. ഞങ്ങൾ തിരുവനന്തപുരത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കും. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സമയബന്ധമായി നടപ്പിലാക്കും. മറ്റൊന്നുകൂടി, പശ്ചിമ ബംഗാൾ CPM നേരിട്ട തിരിച്ചടിയുടെ തുടക്കം, കേരളത്തിൽ നേരിടാൻ പോകുന്ന തിരിച്ചടിയുടെ തുടക്കമാണ് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ തന്നെ 100% പ്രതിപക്ഷ നിലയിലുള്ള കൗൺസിലർമാരൊക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും BJP മുന്നോട്ട് പോകുന്നത്. കേവല ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞ് പറയാൻ സാധിക്കും. എന്തായാലും BJPയുടെ തിരുവനന്തപുരത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപാട് കാലം അവരുടെ സ്വപ്നം കൊണ്ട് നടന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കൊക്കെ തന്നെ അർപ്പിക്കുകയാണ്. തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകർക്കൊക്കെ ആയിട്ട് വിജയം ഞങ്ങൾ സമർപ്പിക്കും. ഭൂരിപക്ഷം ഇല്ലെങ്കിലും NDA ഇത്തവണ തിരുവനന്തപുരം ഭരിക്കുമെന്ന് ഉറപ്പിച്ചു. തിരുവനന്തപുരം NDA ഭരിക്കുവാനുള്ള ഒരു അനുകൂല നിലപാടാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലെ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങേ തന്നെ പരിസമാപിക്കുമെന്നാണ് മനോഹരമായി ആരും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രകാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ കഴക്കൂട്ടം വാർഡിൽ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനം നികത്തുന്ന
അറസ്റ്റ് കൊടുക്കാതെ ഇങ്ങനെ സൈഡിൽ നിന്ന് സൈഡിൽ മധുരം കൊടു ഒറ്റയ്ക്ക് അത് ഞാൻ അങ്ങനെ ഞാൻ ചന്തവളക്കാരോട് നിൽക്കുകയായിരുന്നു. 2026 തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസന മാറ്റം ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ഉറപ്പോടെ കോമ്പസ് മീഡിയ.